എന്നിലൊരു ഇന്ദ്രധനുസ്, 7 ചക്രങ്ങളുടെ യാത്ര. ശാന്തതയും ആത്മനിയന്ത്രണവും മനുഷ്യനെ ദൈവസമാനനാക്കുന്നു. ശരീരവും മനസ്സും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സത്യമായ സമാധാനം ലഭിക്കുന്നത്. അതാണ് യോഗയുടെ സന്ദേശം. ചക്രങ്ങൾ എന്നത് ശരീരത്തിലെ പ്രധാന ഊർജ കേന്ദ്രങ്ങളാണ്. നട്ടെല്ലിന്റെ അടിഭാഗം മുതൽ തലയുടെ മുകൾ ഭാഗം വരെയാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഓരോ ചക്രവും ശരീരത്തിലെ വ്യത്യസ്ത ഭാവങ്ങളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു. ഓരോന്നിനും അതിൻ്റെതായ നിറവും മുദ്രയും പ്രാധാന്യവുമുണ്ട്. യോഗശാസ്ത്രത്തിന്റെ ഉദ്ഭവം ആദിയോഗിയായ മഹാദേവനിൽ നിന്ന് തുടങ്ങുന്നു. അദ്ദേഹം തൻ്റെ യോഗജ്ഞാനം പ്രിയ പത്നിയായ പാർവതി ദേവിയിലേക്ക് പകർന്നു നൽകിയതിലൂടെ ആ പവിത്രവിദ്യ സനാതന സംസ്കാരത്തിന് ലഭിച്ചു. ഭാരതത്തിന്റെ ജ്ഞാന പാരമ്പര്യത്തിൽ വിരിഞ്ഞ ഈ മഹത്തായ ധ്യാനം ശരീരത്തെ ശാന്തിയിലേക്കും മനസ്സിനെ സമാധാനത്തിലേക്കും ആത്മാവിനെ പരമോന്നതിയിലേക്കും നയിക്കുന്ന ദിവ്യശാസ്ത്രം. അതിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ചും സാധാരണ മനുഷ്യൻ അതിനെങ്ങനെ കൈവരിക്കണം എന്നതിനെക്കുറിച്ചും മനോഹരമായി അവതരിപ്പിക്കുവാൻ ഇതാ LKG 1ലെയും UKG 1ലെയും കുഞ്ഞുങ്ങൾ എത്തുന്നു. നിറഞ്ഞ കയ്യടികളോടെ അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. शिव शिव शंकर हर हर शंकर जय जय शंकर दिगिरारा प्रियतांडव शंकर प्रकट शुभंकर प्रलय भयंकर दिगिरारा शिव शिव शंकर हर हर शंकर जय जय शंकर दिगिरारा प्रियतांडव शंकर प्रकट शुभंकर प्रलय भयंकर दिगिरारा ओम परमेश्वरा परा ओम निखिलेश्वरा हरा ओम जीवेश्वरेश्वरा कनरारा ओम मंत्रेश्वरा स्वरा शिव शंकर हर हर शंकर जय जय शंकर दिगिरारा प्रियतांडव शंकर प्रकट शुभंकर प्रलय भयंकर दिगिरारा नमो नमः शिवाय नमो नमः शिवाय പ്രഭോ, അങ്ങ് അഹോരാത്രം ധ്യാനത്തിലാണല്ലോ. എന്താണ് ഈ ധ്യാനത്തിന്റെ രഹസ്യം? ദേവി, ഇത് ധ്യാനമാണ്. ശരീരവും മനസ്സും ആത്മാവും ഒന്നായി ചേർന്ന് പൂർണ്ണതയിലെത്തുന്നതാണ് യഥാർത്ഥ ധ്യാനം. പ്രഭോ, ഈ പ്രകാശ ചക്രങ്ങൾ എന്താണ്? ദേവി, അത് മനുഷ്യ ശരീരത്തിലെ 7 ദിവ്യ ചക്രങ്ങളാണ്. അവയാണ് മനുഷ്യന്റെ ആത്മശക്തിയുടെ വയകൾ. ഇതെല്ലാം അത്ഭുതകരമാണ്. എന്നാൽ മനുഷ്യർക്ക് ഈ ചക്രങ്ങൾ എങ്ങനെ ഉപകാരപ്പെടും? അവർ എങ്ങനെ ഈ ശക്തി ഉപയോഗിക്കും? ദേവി, കാലം മാറും. മഹാരഥന്മാർ ഈ ഭൂമിയിൽ ജനിക്കും.
അവൻ ഈ 7 ചക്രങ്ങളുടെ രഹസ്യം മനസ്സിലാക്കി ലോകത്തിനും മനുഷ്യർക്കും വഴി കാണിക്കും. യുഗങ്ങൾ കടന്നുപോയി. നേപ്പാളിലെ കപിലവസ്തുവിന് സമീപമുള്ള ലുംബിനി എന്ന ദിവ്യസ്ഥലത്ത് ആ മഹാപുരുഷൻ ജന്മമെടുത്തു. അവൻ സിദ്ധാർത്ഥൻ. കൊട്ടാരത്തിൽ ആനന്ദോത്സവം നിറഞ്ഞു. രാജാവും രാജ്ഞിയും ആ ദിവ്യ ശിശുവിനെ സ്വീകരിച്ചു. രാജകീയ വാദ്യങ്ങൾ മുഴങ്ങി. രാജ്യമെങ്ങും ആനന്ദത്തിൽ ആറാടി. മായാദേവകിക്ക് മകൻ പിറന്നേ, നല്ല മകൻ പിറന്നേ. അങ്ങനെ സിദ്ധാർത്ഥൻ വളർന്നു. ലുംബിനിയുടെ പുഷ്പസൗരഭ്യം വിട്ട് സിദ്ധാർത്ഥൻ ജീവിതത്തിന്റെ സത്യങ്ങൾ അന്വേഷിച്ചു നടന്നു. അവൻ കണ്ട സുഖസൗകര്യങ്ങളാൽ നിറഞ്ഞ കൊട്ടാരത്തിലും ദുഃഖത്തിന്റെ നിഴൽ മായുന്നില്ലെന്ന് സിദ്ധാർത്ഥൻ തിരിച്ചറിഞ്ഞു. അമ്മതൻ നെഞ്ചിന്നെരുപ്പോടിൽ നിന്നും പന്തം കൊളുത്തി പിറന്നവനാണു ഞാൻ. ഘനതിമിര പാളികൾ കീറിപ്പിളർന്നുകൊണ്ടൊരു താളവട്ടം പിടിക്കുവാൻ വന്നു ഞാൻ. സിരകളിൽ പ്രളയവും മിഴികളിൽ ഗ്രീഷ്മവും നടകളിൽ തീമഴയുമേൽക്കുവിൻ കൂട്ടരേ. അകനാക്കിലഗ്നിയുടെ വാക്കിൻ വസന്തം പൊരുതുന്ന മർത്യന്റെ പൊരുളായുയർത്തുവിൻ. അതിനാൽ അദ്ദേഹം കൊട്ടാരം വിട്ടു. കാടിന്റെ ശാന്തതയിലേക്ക്, ധ്യാനത്തിന്റെ ആഴത്തിലേക്ക്, ആത്മാന്വേഷണത്തിന്റെ നിശബ്ദ യാത്രയിലേക്ക് സിദ്ധാർത്ഥൻ യാത്രയായി. ദിവസങ്ങൾ രാത്രികളായി, രാത്രികൾ പ്രഭാതങ്ങളായി മാറി. അവന്റെ ഉള്ളിൽ തെളിഞ്ഞു 7 ദിവ്യ പ്രകാശങ്ങൾ, മനുഷ്യന്റെ ആത്മാവിലേക്ക് വഴികാട്ടുന്ന ചക്രങ്ങൾ. അങ്ങനെ അദ്ദേഹം ജ്ഞാനം കൈവരിച്ചു. ഒരിക്കൽ തന്റെ സഞ്ചാരത്തിനിടയിൽ അദ്ദേഹം യുദ്ധവും അതിൽ വേദനിക്കുന്നവരെയും കണ്ടുമുട്ടി.
തകിടതോം തകതകിടതോം ത്രികുതകിടദിനി കിടതോം ജഗദോം തജഗദോം തകകുദികു ജഗദോം തജഗദോം തകകുദികു ജഗദോം തകിടതോം തകതകിടതോം ത്രികുതകിടദിനി കിടതോം ജഗദോം തരിം ജഗദോം തരിം ജഗദോം തരിം ജഗദോം തരിം തകടിം തകടം തകമതരി തടുതരി കിട ജടുതരി കിട ജടു ജടുതി പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ശാന്തി ശാന്തി ശാന്തി. സഹസ്രദല സംശോഭിത നളിനം പോലെ മഹാഗഗനം സഹസ്രദല സംശോഭിത നളിനം പോലെ മഹാഗഗനം സമസ്ത ഭുവനം കാക്കുമനാദിമഹസ്സിൻ സോപാനം സമസ്ത ഭുവനം കാക്കുമനാദിമഹസ്സിൻ സോപാനം. ബുദ്ധം ശരണം ഗച്ഛാമി ധർമ്മം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി. കാലം മാറുന്നു, ലോകം വേഗത്തിന്റെ ചിറകിൽ പറക്കുന്നു, ജ്ഞാനത്തിന്റെ വെളിച്ചം വർദ്ധിക്കുന്നു. പക്ഷേ മനസ്സിന്റെ സമാധാനം അസ്വസ്ഥമാകുന്നു. മഹാദേവൻ പറഞ്ഞതുപോലെ, ബുദ്ധൻ പഠിപ്പിച്ചതുപോലെ ധ്യാനം, യോഗ, ആത്മനിയന്ത്രണം ഇവയാണ് വഴികാട്ടികൾ. 7 ദിവ്യചക്രങ്ങളുടെ ജ്ഞാനം ഇന്നത്തെ കാലത്തും പ്രസക്തമാണ്. നടരാജ രാജ നടരാജ നടരാജ രാജ നടരാജ നടരാജ രാജ 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 നടരാജ നടരാജ രാജ. जटाटवीकलज्जल प्रवाह पावितस्थले कलेवलम्ब्य लम्बितां भुजङ्गतुङ्गमालिकान्तमड्डमड्डमड्डमन्निनादवड्डमर्वयं चकार चण्डताण्डवं तनोतु नः शिव शिव. जटाकटाह सम्भ्रम भ्रम निलिम्ब निर्झरी विलोल वीचि वल्लरी विराजमान मूर्धनि धगत् धगत् धगज्ज्वलल्ललाट पट्ट पावके किशोर चन्द्रशेखरे रति प्रतिक्षणम् मम. धराधरेन्द्र
मधुरस्फुरद्दिगन्त सन्तति प्रमोदमान मानसे कृपा कटाक्ष धोरणी निरुद्ध दुर्धरापदि क्वचिद्दिगम्बरे मनो विनोदमेतु वस्तुनि ആരോഗ്യകരമായ ശരീരം ചിന്തയെ തെളിയിക്കും. ശാന്തമായ മനസ്സ് ആത്മാവിനെ പ്രകാശിപ്പിക്കും. അതുകൊണ്ട് തന്നെ വരും തലമുറയ്ക്കായി ധ്യാനത്തിന്റെ വിത്ത് നടാം. ലോകമെങ്ങും ശാന്തിയുടെ തരംഗം പടരട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി.